പാതിരാത്രി. ചെങ്കൽപാതയിലൂടെ ഒരു കനൽ പോലെ കാറ്റ് വീശുന്നു. മലകളെ മൂടി കനത്ത മഞ്ഞ് വീണു തുടങ്ങിയിരിക്കുന്നു. ആ മഞ്ഞിനടിയിലൂടെ സന്ധ്യ, ഒരു യുവതിയായ എഴുത്തുകാരി, പഴയ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. പിതാവിന്റെ മരണശേഷം ആദ്യമായി അവൾ ആ വീട് കാണാനാണ് വരുന്നത്. വീട് 19-ാം നൂറ്റാണ്ടിലേതാണ്. വലിയ വരാന്തയും മരക്കതളുകളും ഉള്ള ഭീമമായ ആ പൈതൃക വീടിനകത്തേക്ക് കാൽവച്ചു സന്ധ്യ നേരത്തെ കേട്ടതുപോലുള്ള വിചിത്രമായ ശബ്ദം കേട്ടു. നടുവേ അലമാര തുറക്കുന്നത് പോലെ. പേടിയും കൗതുകവുമോടെയാണ് അവൾ ശബ്ദം വന്ന ഭാഗത്തേക്ക് നടന്നത്. മുറിയിലേക്ക് കയറിയപ്പോൾ അവൾക്കു മുന്നിൽ ഒരു ബൾബ് പെട്ടെന്ന് ഓണായി. ആരും അതിൽ കൈവച്ചിരുന്നില്ല. പണിയെടുത്ത പുസ്തകമേശയിലെ കവിളിലായിരുന്ന പഴയ ഡയറിക്ക് മുകളിലാണ് അവളുടെ കണ്ണ് വീണത്. അതിൽ എഴുതിയിരുന്നത്, "ഞാൻ ഇനിയും ഇവിടെയാണ്. ആരും കാണുന്നില്ലെന്നല്ലേ അത്രക്ക് ഞാൻ ഇല്ലായ്മയല്ല." അവൾ തല തിരിച്ചു നോക്കിയപ്പോൾ ഒരു മഞ്ഞപാളി രൂപം കൊണ്ടതുപോലെ ഒരു സ്ത്രീയുടെ ആകൃതി ആകാശത്തിലേക്ക് അജ്ഞാതമായി അങ്ങേർ പോയി. സന്ധ്യയുടെ ഹൃദയം തുള്ളിയിരുന്നു. ഭയം അല്ല, ഒരു തികച്ചും അപരിചിതമായ but strangely comforting ഉണർവായിരുന്നു അത്. അവളുടെ പുതിയ നോവൽ അതിന്റെ പേരായിരിക്കുന്നു, മിസ്റ്റിയുടെ